ഇനി നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്ന പാഠഭാഗം എന്ന് പറഞ്ഞാൽ ഒരു ഗർഭിണിക്ക് ഏതെല്ലാം രീതിയിലുള്ള പരിശോധനകളും ടെസ്റ്റുകളും വാക്സിനേഷനുകളും സ്കാനിങ്ങുകളും ഒക്കെ നടത്തണം എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇങ്ങനെ നടത്തുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പാഠഭാഗമാണ്. നിങ്ങളെല്ലാവരും ആ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് കയ്യിൽ വയ്ക്കുക. 127 പേജിലാണ് ഈ കാര്യങ്ങളുള്ളത്. അതുകൊണ്ട് 127 പേജ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്ത് കയ്യിൽ വെക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ ക്ലാസ്സിലേക്ക് പോവുകയാണ്. 1. ഫിസിക്കൽ എക്സാമിനേഷൻ അല്ലെങ്കിൽ ശാരീരിക പരിശോധനകൾ. അതായത് ഏതെല്ലാം ശാരീരിക പരിശോധനകളാണ് ഗർഭിണിയായ ഒരു സ്ത്രീയിൽ നടത്തുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ പഠിക്കുവാനായിട്ട് പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ചെക്ക് ദ ബ്ലഡ് പ്രഷർ. അതായത് ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ ഗർഭിണിയുടെ രക്തസമ്മർദ്ദത്തെ നമ്മൾ അളന്ന് നോക്കുന്നുണ്ട് ഗർഭിണിയായിരിക്കുമ്പോൾ. രണ്ടാമതായിട്ട് വെയിറ്റ് എന്ന് വെച്ചാൽ ഭാരം എത്രമാത്രം ഉണ്ടെന്ന് തൂക്കി നോക്കുന്നു. അതുപോലെ തന്നെ ഹൈറ്റ് എന്ന് വെച്ചാൽ ഉയരം എത്രയാണെന്ന് നോക്കുന്നു. ആൻഡ് ഫിസിക്കൽ കണ്ടീഷൻ, ശാരീരിക അവസ്ഥ, ഏതൊരു അവസ്ഥയിലാണ് ഒരു സ്ത്രീ ഉള്ളത് എന്ന് പരിശോധിക്കുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ആദ്യം തന്നെ ഒരു സ്ത്രീ അവിടെ ചെന്ന് കഴിയുമ്പോൾ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യുന്നു, വെയിറ്റ് ചെക്ക് ചെയ്യുന്നു, ഹൈറ്റ് ചെക്ക് ചെയ്യുന്നു, ഫിസിക്കൽ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ആ പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീ ഏത് അവസ്ഥയിലാണെന്ന് ചെക്ക് ചെയ്യുന്നു. ആഫ്റ്റർ ദ ഫസ്റ്റ് 3 വീക്സ്, അതായത് ആദ്യത്തെ 3 ആഴ്ചയ്ക്ക് ശേഷം എന്താണ് ചെയ്യുന്നത്? ഓരോ മാസവും എന്താണ് പറയുന്നത്? ആഴ്ചയ്ക്ക് ശേഷം ഓരോ മാസവും എന്താണ് പറയുന്നത്? വീക്ക് എ പ്രഗ്നന്റ് വുമൺ ഷുഡ് ഗെയിൻ വെയിറ്റ് ഓഫ് 2 kg എവറി മന്ത്. അതായത് ഗർഭിണിയായിരിക്കുന്ന ഒരു സ്ത്രീ ആദ്യത്തെ 3 ആഴ്ചയ്ക്ക് ശേഷം ഓരോ മാസവും 2 കിലോ ഭാരം വീതം അവൾക്ക് കൂടണം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് കുഞ്ഞിൻ്റെ വളർച്ചയും അവൾ കഴിക്കുന്ന ആഹാരത്തിലെ പ്രോട്ടീനും ഇത് എല്ലാം കൂടി ആഹാരം അബ്സോർവ് ചെയ്യുകയും എല്ലാം ചെയ്യുന്നത് കൊണ്ട് ഓരോ മാസവും 2 കിലോ വെച്ച് ഒരു ഗർഭിണിയായിരിക്കുന്ന പെണ്ണ് ആദ്യത്തെ 3 ആഴ്ച കഴിഞ്ഞ് കൂടണം എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആൻഡ് സോ ബോഡി വെയ്റ്റ് ഷുഡ് ബി ചെക്ക്ഡ് റെഗുലർ ഇൻ്റർവെൽസ്. അതായത് നമ്മൾ മനസ്സിലാക്കുക, അതുകൊണ്ട് തന്നെ ഈ ബോഡി വെയ്റ്റ്, അതായത് ശരീരത്തിൻ്റെ ഭാരം കൃത്യമായിട്ടും റെഗുലറായിട്ട് ചെക്ക് ചെയ്തുകൊണ്ട് ഇരിക്കണം എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും ഓർമ്മിച്ച് കയ്യിൽ വെക്കേണ്ടത് അനിവാര്യമാണ് ഗർഭിണികൾ. അപ്പോൾ ഒരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക, ഓരോ മാസം കഴിയുമ്പോഴും ഗർഭിണിയായിരിക്കുന്ന സ്ത്രീ എന്ത് ചെയ്യണം? 2 കിലോഗ്രാം വെച്ച് ഭാരം കൂടേണ്ടത് അനിവാര്യമാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അൾട്രാസൗണ്ട് സ്കാൻ എന്നുള്ള ഭാഗത്താണ്. രണ്ടാമത്തെ ഭാഗമാണ് അൾട്രാസൗണ്ട് സ്കാനുകൾ. ഈ അൾട്രാസൗണ്ട് സ്കാനുകൾ, വാട്ട് ഫോർ ദ അൾട്രാസൗണ്ട് സ്കാനിങ് ഈസ് യൂസ്ഡ്. എന്തിനാണ് അൾട്രാസൗണ്ട് സ്കാനിങ്ങൾ ഉപയോഗിക്കുന്നത്? അസസ് ദ പൊസിഷൻ ഓഫ് ദ പ്ലാസൻഡ. ഈ അൾട്രാസൗണ്ട് സ്കാൻ എന്ത് ചെയ്യുന്നു? പ്ലാസൻഡയുടെ സ്ഥാനത്തെ നിർണ്ണയിക്കുന്നു. അതുപോലെ തന്നെ ഗ്രോത്ത് ഓഫ് ദ ഫീറ്റസ്, അതായത് ഗർഭസ്ഥ ശിശു എങ്ങനെയാണ് വളരുന്നതെന്നും പ്ലാസൻഡയുടെ സ്ഥാനം ഏതാണെന്നും എന്ത് സഹായിക്കുന്നു? അൾട്രാസൗണ്ട് സ്കാൻ സഹായിക്കുന്നു. ജനറ്റിക് അബ്നോർമാലിറ്റീസ് ആൻഡ് ദ പ്രസൻസ് ഓഫ് മോർ ദാൻ 1 എംബ്രിയോ. അതായത് പിന്നെന്താണ്? ജനിതക വൈകല്യങ്ങളും ഒന്നിൽ കൂടുതൽ ഭ്രൂണത്തിൻ്റെ സാന്നിധ്യം എന്നിവയുണ്ടോ എന്നും വിലയിരുത്തുന്നു. സോ വാട്ട് ആർ ദ തിങ്സ് ദ അൾട്രാസൗണ്ട് സ്കാനിങ് ഡസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുക, അക്സസ് ദ പൊസിഷൻ ഓഫ് പ്ലാസൻഡ, അതായത് പ്ലാസൻഡയുടെ സ്ഥാനം മനസ്സിലാക്കുന്നു. ഗ്രോത്ത് ഓഫ് ദ ഫ്യൂറ്റസ്, എങ്ങനെയാണ് ഗർഭസ്ഥ ശിശുവിന് വളർച്ച സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. ജനറ്റിക് അബ്നോർമാലിറ്റീസ്, അതായത് ഈ ഗർഭസ്ഥ ശിശുവിന് ജനിതക വൈകല്യങ്ങൾ ഏതെങ്കിലും ഉണ്ടോ എന്ന് മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ ആൻഡ് ദ പ്രസൻസ് ഓഫ് മോർ ദാൻ 1 എംബ്രിയോ, അതായത് ഒന്നിൽ കൂടുതൽ ഭ്രൂണത്തിൻ്റെ സാന്നിധ്യം ഗർഭപാത്രത്തിലുണ്ടോ എന്നും വിലയിരുത്തുന്നു. ഓക്കെ, എന്നിട്ട് എന്താണ് പറയുന്നത്? ആൻ അൾട്രാസൗണ്ട് സ്കാൻ ഈസ് യൂഷ്വലി ഡൺ ബിറ്റ്വീൻ 8 to 14 വീക്സ്. അതായത് സാധാരണയായിട്ട് 8 മുതൽ 14 ആഴ്ചക്കകമാണ് ഈ സ്കാനിങ് നടത്തുന്നത്. സോ അൾട്രാസൗണ്ട് സ്കാനിങ് ഈസ് യൂഷ്വലി ഡൺ. അൾട്രാസൗണ്ട് സ്കാനിങ് സാധാരണയായി നടത്തുന്നത് ബിറ്റ്വീൻ, ഇടയിലാണ് 8 ആഴ്ചയ്ക്കും 14 ആഴ്ചയ്ക്കും ഇടയിലാണ് അൾട്രാസൗണ്ട് സ്കാനിങ് സാധാരണയായിട്ട് നടത്തുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇനി പഠിക്കാൻ പോകുന്നത് ബ്ലഡ് ആൻഡ് യൂറിൻ
യൂറിൻ ടെസ്റ്റ്, അതായത് രക്തമൂത്ര പരിശോധനകളെക്കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ രക്തമൂത്ര പരിശോധനയുടെ പരിണിത ഫലമായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുമെന്ന് നോക്കാം. ചെക്ക് ദ ബ്ലഡ് ഗ്രൂപ്പ്, അതായത് അവിടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് ചെക്ക് ചെയ്യും. അതുപോലെ ഹീമോഗ്ലോബിൻ ഇൻ ബ്ലഡ്, അതായത് എത്രമാത്രം ഹീമോഗ്ലോബിൻ ആ ഗർഭിണിയായ സ്ത്രീയുടെ രക്തത്തിൽ ഉണ്ട് എന്ന് ചെക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ഗ്ലൂക്കോസ് എത്രമാത്രമുണ്ട് എന്ന് ചെക്ക് ചെയ്യുന്നു. പിന്നെ ചെക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് TSH, അതായത് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, അതായത് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിൻ്റെ അളവ് എത്രമാത്രമുണ്ട് എന്ന് പരിശോധിക്കുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക ഏതെല്ലാം കാര്യങ്ങളാണ്. ബ്ലഡ് ഗ്രൂപ്പ് ചെക്ക് ചെയ്യുന്നു, ഹീമോഗ്ലോബിൻ്റെ അളവ് ചെക്ക് ചെയ്യുന്നു, ഗ്ലൂക്കോസിൻ്റെ അളവ് ചെക്ക് ചെയ്യുന്നു, തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, അതായത് തൈറോയിഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോൺ എത്രമാത്രമുണ്ടെന്ന് സഹായിക്കുന്നു. ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. അതായത് യൂറിൻ ടെസ്റ്റുകളാണ്. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, അതായത് പിന്നെ എന്താണ് ചെയ്യുന്നത്, യൂറിനറി ട്രാക്റ്റിൽ എന്തെങ്കിലും ഇൻഫെക്ഷനുകൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. അതായത് മൂത്രനാളത്തിൽ എന്തെങ്കിലും അണുബാധയുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. എയ്ഡ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. അതായത് HIV ടെസ്റ്റ് അല്ലെങ്കിൽ എയ്ഡ്സ് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ അനീമിയ ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നു. അതുപോലെ എന്താണ്, ജസ്റ്റേഷണൽ ഡയബറ്റിക്സ്, അതായത് ഗർഭകാല പ്രമേഹമുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. പിന്നെ എന്താണ്, മലേറിയ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് യൂറിനിൽ ടെസ്റ്റ് ചെയ്യുന്നത്. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, അതായത് മൂത്രനാളത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കുന്നു. HIV ടെസ്റ്റ് ഉണ്ടോ എന്ന് നോക്കുന്നു. അതുപോലെ അതായത് എയ്ഡ്സിൻ്റെ ടെസ്റ്റ് നടത്തുന്നു, അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അനീമിയ ടെസ്റ്റ് നടത്തുന്നു. ജസ്റ്റേഷണൽ ഡയബറ്റിസ്, ഗർഭകാല ഡയബറ്റിസ് ഉണ്ടോ എന്ന് നോക്കുന്നു. അതുപോലെ തന്നെ മലേറിയയുടെ ടെസ്റ്റിംഗ് നടത്തുന്നു. ആഫ്റ്റർ 7 months a urine albumin test is done to check high blood pressure. ഓക്കെ, പിന്നെ എന്താണ് ചെയ്യുന്നത്, നമ്മൾ ഇവർ 7 മാസം കഴിയുമ്പോഴത്തേക്കും യൂറിൻ ആൽബുമിൻ ടെസ്റ്റ് നടത്തുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ്, ഉയർന്ന രക്തസമ്മർദ്ദം, അതിന് പറയുന്ന പേരെന്താണ്, പ്രീ എക്ലാസിയ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്, പ്രീ ക്ലാംസിയ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് 7 month കഴിയുമ്പോൾ, 7 മാസം കഴിയുമ്പോൾ ഒരു യൂറിൻ ആൽബുമിൻ ടെസ്റ്റ് കൂടി നടത്തുന്നുണ്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വാക്സിനേഷൻ എന്ന പ്രോസസ്സാണ്. ഓക്കെ, certain vaccines are given to protect the mother and fetus from various types of infection. പിന്നെ എന്താണ്, ഗർഭകാലത്ത് എന്ത് ചെയ്യുന്നു, അണുബാധകളിൽ നിന്ന് അമ്മയെയും ഗർഭസ്ഥ ശിശുവിനെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി ചില വാക്സിനുകൾ നൽകുന്നു. ഉദാഹരണമായിട്ട് തന്നിരിക്കുന്ന വാക്സിനുകൾ ഇവിടെ തന്നിരിക്കുന്നത് ഏതെല്ലാമാണെന്ന് നോക്കുക. TT, അതുപോലെ തന്നെ റൂബെല്ല വാക്സിൻ, ഇങ്ങനെയുള്ള വാക്സിനുകളും ഗർഭകാലത്ത് ശിശുവിനെയും അമ്മയെയും സംരക്ഷിക്കുവാനായിട്ട് നൽകിയിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഈ പാഠഭാഗത്ത് എന്തെല്ലാമാണ് ശാരീരികമായിട്ടുള്ള ഫിസിക്കൽ എക്സാമിനേഷൻ, അതായത് ശാരീരിക പരിശോധനകൾ ഏതെല്ലാമാണ് അല്ലെങ്കിൽ എന്തെല്ലാമാണ് അതുകൊണ്ട് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ അൾട്രാസൗണ്ട് സ്കാനിങ് കൊണ്ട് ഒരു ഗർഭിണിയായിരിക്കുന്ന സ്ത്രീയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചെക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലായെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ രക്തമൂത്ര പരിശോധനകളിലൂടെ ഏതെല്ലാം കാര്യങ്ങളാണ് നടത്തുന്നതെന്ന് പരിശോധിക്കുന്നു. അതുപോലെ തന്നെ വാക്സിനേഷനുകൾ ഏതെല്ലാം കാര്യത്തിനാണ് നടക്കുന്നതെന്ന് പരിശോധിക്കുന്നു. അതുപോലെ തന്നെ ഒരു സ്ത്രീക്കുണ്ടാകേണ്ട ശാരീരികമായിട്ടുള്ള വളർച്ച ഏതെല്ലാമാണെന്ന് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഐ സപ്പോസ് ഈ പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്.